ഹലോ ഗൈസ്, നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും മഞ്ഞിട്ട് കളിക്കുക. മഞ്ഞേൻ്റെ കളി ഫുള്ള് മഞ്ഞ. ബാക്ക് സ്കിന്ന്, ഷർട്ട്, പാരച്യൂട്ട് എല്ലാം മഞ്ഞിട്ടൊരു മാസം ഗെയിം പ്ലേ. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഗെയിം പ്ലേ മാസമൊന്നുമാവില്ല, ഞാനല്ലേ കളിക്കുന്നത്. അപ്പോൾ പിന്നെ നല്ലൊരു ഗെയിം പ്ലേ. ബൂയൊക്കെ അടിക്കണമെന്നാണ് വിചാരിക്കുന്നത്. ബൂയ അടിക്കും എന്തായാലും. ഞാൻ റെക്കോർഡ് ചെയ്തിട്ടല്ലേ വോയിസ് ഓവർ ചെയ്യണ്. ബൂയൊക്കെ അടിച്ചിട്ടുണ്ട്. ഞാൻ സസ്പെൻസ് ഒന്നും വിളിക്കണില്ല. പിന്നെ വലിയ ഗില്ലൊന്നും എടുത്തിട്ടില്ല. എല്ലാ സാധനവും ഞാനതൊന്ന് മഞ്ഞിട്ട് വരട്ടെ. അപ്പോൾ ഓക്കെ, ഇതൊന്ന് വേഗം അടിച്ച് കളയുന്നുണ്ട്. ഓക്കെ, നമുക്കിനി ഗൺ സ്കിന്നും ഒക്കെ ഒന്ന് മഞ്ഞിട്ട് സെറ്റാക്കാം. എല്ലാം മഞ്ഞേൻ്റെ കളി. മഞ്ഞല്ലാതെ വേറൊരു സാധനം ഇടാൻ പാടില്ല. ഫുള്ള് മഞ്ഞ സാധനം ഇട്ട് കളിക്കുക. ഇപ്പം എല്ലാ എസ്കേസും ഡ്രാഗനും എല്ലാം അതും മഞ്ഞിട്ടുണ്ട്. ഇത് എല്ലാ സാധനങ്ങളും മഞ്ഞിടാം. ആദ്യം എല്ലാ സ്കിന്നുകളും മഞ്ഞിടാം, ഗ്ലൂകളൊക്കെ മഞ്ഞിടാം. എന്നിട്ട് നമുക്ക് നേരെ കളി തുടങ്ങാം. നമ്മളെ കളി ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ പ്ലെയിനിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇറങ്ങണത് എന്ന് പറഞ്ഞാൽ പീക്കിലാണ്. പീക്ക് അറിയാലോ, കിട്ടില്ല സ്ഥലമല്ലേ. പണ്ടത്തെ രാജാക്കന്മാർ ഇറങ്ങിയിരുന്ന സ്ഥലമാണ്. ഇപ്പോൾ ഒരു കുഴപ്പമില്ല. ഇപ്പം എല്ലാ ന്യൂബന്മാരും ഇറങ്ങുന്ന സ്ഥലമാണ് പീക്ക്. നമ്മൾ പീക്കിൽ ഇറങ്ങുമ്പോൾ നമ്മുടെ സൈഡിൽ തന്നെ ഒരു എനിമി ഇറങ്ങുന്നുണ്ട്. ഞാനവനെ കണ്ടു. ഞാൻ ഗണ്ണാന്ന് വിചാരിച്ചിട്ടാണ് ഇറങ്ങിയത്. പക്ഷെ ഒരു വെസ്റ്റും റിപ്പയർ കിറ്റും ഇറങ്ങുന്നത്. ഒരു ഗണ്ണ് കിട്ടി. ഗണ്ണിൻ്റെ പേരെന്താണെന്നു അറിയില്ല. പിന്നെ എനിമീനെ കണ്ടു. എനിമീനെ ഞാൻ എന്തൊക്കെ ചെയ്ത് വിളിക്കുന്നുണ്ട്, പക്ഷെ എനിമി വരുന്നില്ല. കള്ളൻ പറ്റിച്ചു. അപ്പം നമ്മൾ നേരെ അവിടെ നിന്ന് ഓടുകയാണ്. എനിമീനെ സൈഡിൽ കൂടെ അടിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൂ വാൾ കൊണ്ടു. അടിച്ചു, ഡാമേജ് കയറി. ഹെഡ് കയറിയില്ല. ഗ്ലൂ വാൾ ഇട്ടു, പിന്നെ അടിച്ചു, ഒന്നും കയറിയില്ല. മതിലിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ നോക്കി. മതിലിൻ്റെ അപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നേരെ പോയി ചാടി അടിച്ചു. ഹെഡ് കയറുന്നില്ല. സ്കോപ്പ് ഇട്ടു, എന്തൊക്കെ പൊട്ടത്തരം കാട്ടി അടിച്ചു. ഇവിടെ നിന്നാൽ ചാവുമെന്ന് മനസ്സിലായി. നേരെ ഓടിപ്പോയി. നമ്മളിങ്ങനെ ഓടിപ്പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനെ പിന്നെയാണ് ഞാനൊരു കാല് കയറി വിളിച്ച്. ഇത് യെല്ലോ കളർ ഗണ്ണല്ലത്. നമുക്ക് യെല്ലോ കളറായിട്ട് മാത്രമേ അടിക്കാൻ പാടുള്ളൂ. അപ്പം ഞാനിനി യെല്ലോ കളർ കിട്ടി. ഒരു എനിമി വന്നു, അടിച്ചു, കൊന്നു. ഏതാ മാസ്. യെല്ലോ കളർ കിട്ടിയ പിന്നെ ഞാൻ സീനാണ്. പിന്നെ ഗ്ലൂ വാൾ ഇട്ടു. നല്ലൊരു അടി കണ്ടപ്പോൾ ഗ്ലൂ വാൾ ഇട്ടു. നേരെ വന്നു ഉമ്മനടിക്കാൻ നോക്കി, പക്ഷെ കിട്ടിയില്ല. ഇങ്ങനെ അപ്പോൾ ഒരു എനിമിനെ കൊണ്ടു അടിച്ചു. ഡാമേജ് ഒന്നും കൊണ്ടില്ല. ചാവുന്നു മനസ്സിലായി. ബോഡി ഹെൽത്ത് ഇല്ല. വേറെ നല്ല യെല്ലോ കളർ കണ്ണും കൂടി കിട്ടണം. നല്ല കാര്യമുള്ളത് യെല്ലോ കളറൊന്നുമല്ല. അങ്ങനെ അവസാനം നമുക്ക് നമ്മളെ മെയിൻ സാധനം കിട്ടിയിട്ടുണ്ട്. ഒരു എനിമീനെ കണ്ടു, ഒരൊറ്റടി ഹെഡ് ഷോട്ട്. പിന്നെ നേരെ പോയി എൻ്റെ ലൂട്ട് എടുക്കാൻ പോയി. ലൂട്ട് കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് പോയത്. പക്ഷേ ഇനി വെസ്റ്റൊക്കെ കിട്ടി. ഞാൻ ഭീമാസാക്കിൻ്റെ പുറം വന്നപ്പോൾ ഒരു അടി കിട്ടി. ഗ്ലൂ വാൾ ഇട്ടു. റഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ചാവുന്നുള്ള ഉറപ്പുള്ളതുകൊണ്ട് ഇങ്ങനെ ഗ്ലൂ വാളിൻ്റെ അവിടെ കറങ്ങി നിൽക്കുകയാണ്. എന്നിട്ട് നേരെ പോയി സൈഡ് വലിഞ്ഞു. ഈ ഗാരേജിൻ്റെ ഉള്ളിൽ കയറി സ്കോപ്പ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഗാരേജിൻ്റെ ഉള്ളിൽ അങ്ങനെ കയറി മച്ചാന്മാരെ നമ്മൾ സ്കോപ്പ് ചെയ്ത് നോക്കുമ്പോൾ ആളെ കാണാനില്ല. അപ്പോൾ ആൾ പോയെന്ന് വിചാരിച്ച് ഞാൻ കയറാൻ നിന്നതാണ്. പിന്നെ മനസ്സിലായി എൽ ഷേപ്പിൻ്റെ അവിടെ ഉണ്ടെന്ന്. ഗ്ലൂ വാളൊക്കെ എടുത്ത് കൈ പിടിച്ച് ഫുള്ള് സെറ്റായിട്ടാണ് പോണ്. എനിമീനെ കൊല്ലില്ലെന്നൊക്കെ നമുക്ക് നോക്കാം. ഒരു ഗ്രനേഡ് ഇട്ടു. ഗ്രനേഡ് ഇട്ടിട്ടില്ല, ഇടാൻ നോക്കി, ഇട്ടു, മൂഞ്ചി പോയി. പിന്നെ നമ്മൾ നേരെ വന്നു. ഒരൊറ്റടി കൊണ്ടില്ല. ഗ്ലൂ ഇട്ടു, അടിച്ചു, കൊണ്ടു, ഗ്ലൂ ഇട്ടു. എവിടെ വേൻ? അയ്യോ, ബാക്കിൽ തിരിച്ചടിച്ചു, കൊണ്ടു, ലൂട്ടെടുത്തു. പിന്നെ നേരെ ഭീമാസാക്കിയിൽ വന്നിട്ട് ഈ സൂന എടുത്തിട്ട് നേരെ ഒരു വീടിൻ്റെ മേലേക്ക് അങ്ങോട്ട് ചാടിപ്പോയി. ഇവിടെ വന്ന് എനിമി ഉണ്ടോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വീടിൻ്റെ മേലെ വന്നിരുന്നിട്ട് ഒരു പെണ്ണ് ഓടി പോണത് കണ്ടു. സ്കോപ്പ് ചെയ്തടിച്ചു. 32 കയറി, 14 കയറി, 16 കയറി, 17 കയറി, ഹെഡ് ഷോട്ട് കയറി ചത്തു. അപ്പോഴേക്ക് നമുക്ക് മേലെ നല്ലൊരു അടി കിട്ടി. ഞാൻ സ്കോപ്പ് ചെയ്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്, കുത്തി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കിട്ടുന്നില്ല. അവൻ ഗ്ലൂ വാൾ ഇട്ടു. ഞാൻ നേരെ ചാടി ഓടി അവൻ്റെ അടുത്തേക്ക് റഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ അവന് ഹൈറ്റ് അഡ്വാൻറ്റേജ് ഉള്ളതുകൊണ്ട് നമ്മൾ ചാവുന്നുള്ള കാര്യം ഉറപ്പാണ്.
ഇതൊക്കെ പ്രോ ടിപ്സാണ്, വേണമെങ്കിൽ എഴുതി വെച്ചോ. ഇനി ഒരു വട്ടമൊക്കെ പറയാൻ പറ്റുള്ളൂ. ഇനി ഇവിടെ വന്ന് നിന്നു. ഗ്ലൂ വാള് ഉണ്ട് കയ്യിൽ. ഫുഡ് സ്റ്റെപ്സ് കേൾക്കുന്നുണ്ട്, പക്ഷേ ആളെ കാണാനില്ല. ബാക്കിൽ നിന്നൊരു വണ്ടീൻ്റെ ശബ്ദം കേട്ടു. വണ്ടിയിൽ സ്കോപ്പ് ചെയ്ത് അടിച്ചു, പക്ഷേ വണ്ടിക്ക് ഡാമേജ് ഒന്നും കൊണ്ടില്ല. നേരെ വണ്ടീൻ്റെ പിന്നാലെ പോകാൻ നോക്കിയപ്പോൾ വണ്ടീനെയും കുറച്ച് കഴിഞ്ഞപ്പോൾ കാണാനില്ല. പിന്നെയും ആ എനിമി രക്ഷപ്പെട്ടു. നേരെ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഒരു ഫൈറ്റ്. ഒരുത്തനെ അങ്ങനെ ഞെക്കി പിടിച്ച് നിന്നു. ഗ്ലൂ ഇട്ടു. എൻ്റെ ബാക്കിൽ നിന്ന് ഒരു അടിയിട്ടി ഓനെ ഞെക്കി പിടിച്ച് കൊന്നു. കൊന്നു. ഹെഡ് ഷോട്ടാട്ടോ പക്ഷേ കിട്ടിയത്, ഞെക്കി പിടിയാണെങ്കിലും. അങ്ങനെ നേരെ വീടിൻ്റെ മേലെ കയറി. വീടിൻ്റെ മേലെ ഒരു എനിമീനെ കണ്ടു. എനിക്ക് റീലോഡ് ചെയ്തു, അടിച്ചു, കുത്തി പിടിച്ചു, കൊന്നു. ബൂയ. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.